1 കൊരിന്ത്യർ 11 അതിന്റെ 27 വാക്യം വായിച്ചേ. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. വളരെ സീരിയസ് ആയ ഒരു ഒഫൻസ് ആയിട്ടാണ് പൗലോസ് അതിനെ പറയുക. എന്ന് വെച്ചാൽ അയോഗ്യതയോടെ, അയോഗ്യത എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കണം, 28 വാക്യം. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യട്ടെ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ആ ഫ്രേസും ശ്രദ്ധിക്കണം, ശരീരത്തെ വിവേചിച്ചറിയാതെ. ഒറ്റ വായനയിൽ പെട്ടെന്ന് ചിന്തിക്കും നമ്മൾ നമ്മുടെ ശരീരത്തെ വിവേചിച്ചറിയണം. നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ശരീരത്തെക്കുറിച്ചാണ്. ഈശോ പറയാണ്, ഇതെന്റെ ശരീരം, നിങ്ങളിത് ഭക്ഷിക്കുക. എന്നിട്ട് പൗലോസ് പറയാണ്, അയോഗ്യതയോടെ ഈ ശരീരമോ ഈ അപ്പമോ ഭക്ഷിക്കരുത്, അത് കേടായി മാറും. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഈ ശരീരത്തെ വിവേചിച്ചറിയാതെ. എന്റെ ശരീരത്തെ എന്നുള്ളതല്ല അവിടെ ചിന്തിക്കേണ്ടത്. ആരുടെ ശരീരത്തെ? ഞാൻ ഈ ഭക്ഷിക്കാൻ പോകുന്നത് എന്താണ്? അപ്പമല്ല, എന്താണ്? ഈശോയുടെ ശരീരത്തെയാണ്. അത് ആ ശരീരമാണെന്ന്, ഈശോയുടെ റിയൽ പ്രസൻസ് ഇതിനകത്ത് ഉണ്ടെന്ന് തിരിച്ചറിയാതെ, അതിനെ വിശ്വസിക്കാതെ, അതിനെ അവിശ്വസിച്ചുകൊണ്ടോ അതിന് ചേരാത്ത രീതിയിലോ നമ്മൾ സ്വീകരിച്ചാൽ അത് നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമാകും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഏറ്റവും വലിയ പാപിയായിട്ടും വിശുദ്ധ കുർബാനയെ സമീപിച്ചാൽ, നിങ്ങൾ ഏറ്റവും മോശമായിട്ട് സങ്കടത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലും വിശുദ്ധ ബലിയെ സമീപിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ഭക്ഷിക്കാൻ പോകുന്നത് ഈശോയുടെ ശരീരത്തെയാണ്. ആ ശരീരത്തെ വിവേചിച്ചറിയാതെ അപ്പം ഭക്ഷിച്ചാൽ, വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അത് നമുക്ക് കേടായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തർ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അത്ര സീരിയസ് ആയിട്ട് വേണം നമ്മൾ ബലിയർപ്പണത്തിന് മുമ്പോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്.